24ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിൽ 7ാം ദിവസമായ ഇന്ന് ശുദ്ധഭക്തിയാൽ കൃഷ്ണാനുഗ്രഹം നേടിയ വിപ്രപത്നിമാർ. ഭഗവത് പ്രസാദത്തിന് നിഷ്കാമ ഭക്തി വേണം. ബ്രാഹ്മണ പത്നിമാർക്ക് ഭഗവാനിൽ നിർവാജവും നിരപേക്ഷണീയവും നിഷ്കളങ്കവുമായ ഭക്തിയുണ്ടായിരുന്നതുകൊണ്ടാണ് ഭഗവാൻ അവരിൽ ഇത്രയേറെ പ്രസാദിച്ചത്. ഉച്ചത്തിൽ മന്ത്രം ജപിച്ച് ഹോമം നടത്തിയിരുന്ന ബ്രാഹ്മണന്മാരാകട്ടെ കുലത്തിലും പദവിയിലും പാണ്ഡിത്യത്തിലും അഹങ്കരിച്ചിരുന്നവരായിരുന്നുവെന്ന് ജയലക്ഷ്മി ടീച്ചർ പറഞ്ഞു. 1000-ലേറെ കുട്ടികൾ ചിട്ടയോടെ നിരന്നിരുന്ന് സഭാനികേതനെ അലങ്കരിച്ചപ്പോൾ സ്വാമി ഭൂമാനന്ദ തീർത്ഥ അവർക്ക് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഉത്ഭവവും അനുദിന ജപത്തിൻ്റെ അത്ഭുതകരമായ പ്രയോജനവും പറഞ്ഞുകൊടുത്തു. 2 വട്ടം കൂട്ടായ ജപം നടത്തി പ്രസാദ വിതരണവും ചെയ്തു. തുടർന്ന് നവംബർ 12, 13 ദിവസങ്ങളിലെ നടന്ന ഭാഗവതോത്സവത്തിൽ വിജയികളായവർക്ക് സ്വാമി ഭൂമാനന്ദ തീർത്ഥ സമ്മാനങ്ങൾ വിതരണം ചെയ്ത് എല്ലാവരെയും ആശീർവദിച്ചു. എല്ലാ തലത്തിലും വിഷയങ്ങളിലും 1ാം സ്ഥാനത്തെത്തിയവരുടെ പ്രകടനങ്ങളും നടന്നു. അനേകം ബാലികാ ബാലന്മാർ കൃഷ്ണവേഷവും രുക്മിണി വേഷവും കെട്ടി സ്വയംവര ഘോഷയാത്രയ്ക്ക് മോടി നൽകി. വെള്ളത്തിരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ശ്രീകൃഷ്ണ വിഭാഗത്തിൽ സുരേഷ് കുമാർ കൃഷ്ണ വിഗ്രഹവും, തച്ചനത്തുകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട രുക്മിണി വിഭാഗത്തിൽ കൃഷ്ണമുകുന്ദൻ രുക്മിണി വിഗ്രഹവും വഹിച്ചു. 2 ഘോഷയാത്രകളും ഒരുമിച്ച് വിവാഹോത്സവ ഛായയിൽ സഭാനികേതനെ ദ്വാരകയാക്കിക്കൊണ്ട് എത്തിയപ്പോൾ പൂജകൻ പ്രസാദ് കേരളശ്ശേരി വിധിപൂർവം രുക്മിണി പരിണയം നടത്തി.